നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ബാലൻസ് ഷീറ്റ് WR, ഇങ്ങനെ രണ്ട് ആൾക്കാരാണുള്ളത്. എയും ബിയും മാറ്റി പിടിച്ചു. ഹൂ ഷെയർഡ് പ്രോഫിറ്റ്, അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:2 ആണ്. ഡബ്ല്യൂയും അതുപോലെ ആറും ഷെയർ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. വാസ് ആസ് ഫോളോസ് ഓൺ January 1, 2015. January 1, 2015 ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കലണ്ടർ ഇയർ ആണെന്ന് മനസ്സിലാവും. ബാലൻസ് ഷീറ്റ് ഓഫ് W and R ആസ് ഓൺ 1st January 2015. സൺഡറി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, നമുക്കറിയാം എക്സ്റ്റേണൽ ലാബിലിറ്റി ആണ്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഉണ്ട്, ഡബ്ല്യൂന്റെ ക്യാപിറ്റലും ആറിന്റെ ക്യാപിറ്റലും ഉണ്ട്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആണ്. ബാലൻസ് BR ആയിട്ട് കാണിക്കണം. കഴിഞ്ഞ ക്വസ്റ്റിൽ ഡിസ്കസ് ചെയ്തു. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തും നമ്മൾ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം. അതേപോലെ സൺഡറി ഡെപ്റ്റേഴ്സ് 20,000 ഉണ്ട്, ശ്രദ്ധിക്കണം. അതേപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 700 ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 700 കുറച്ചിട്ട് 19,300 കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 700 കാണിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് 25,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 35,000, പാറ്റന്റ് 5,700. ക്ലിയർ? യെസ്. നോക്കാം എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് നോക്കാം. ഓൺ ദിസ് ഡേറ്റ്, അതായത് 1/1/2015 ബി വാസ് അഡ്മിറ്റഡ്, പുതിയ പാർട്ണർ വരികയാണ്. ബി എന്ന് പറയുന്ന ഒരു പാർട്ണർ വരികയാണ്. ആസ് എ പാർട്ണർ ഓൺ ദ ഫോളോയിങ് കണ്ടീഷൻസ്, കുറെ ടേംസ് വെക്കുന്നുണ്ട്. ഹി വാസ് ടു ഗെറ്റ്, അയാൾക്ക് കിട്ടും 4/15 ഷെയർ ഓഫ് പ്രോഫിറ്റ്. 4/15, 15ൽ 4 ഭാഗം അയാൾക്ക് പ്രോഫിറ്റ് ഷെയർ ആയിട്ട് കിട്ടും. ഹി ഹാഡ് ടു ബ്രിങ്, അയാൾ കൊണ്ടുവരണം 30,000 ക്യാപിറ്റൽ ആയിട്ട് തന്നെ കൊണ്ടുവരണം. ഹി വുഡ് പേ ക്യാഷ് ഫോർ ഗുഡ്വിൽ, പ്രീമിയം മെത്തേഡ് ആണ്. ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. വിച്ച് വുഡ് ബി ബേസ്ഡ് ഓൺ, അവിടെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.5 years പർച്ചേസ്, 2.5 വർഷത്തെ പർച്ചേസിന്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ദ പാസ്റ്റ് 4 years, അതായത് കഴിഞ്ഞ 4 വർഷത്തെ പ്രോഫിറ്റ് തരും. അതിന്റെ ആവറേജ് എടുക്കുക, ആവറേജ് പ്രോഫിറ്റ് എടുക്കുക. ആ ആവറേജ് പ്രോഫിറ്റിനെ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്വില്ല് കിട്ടും. ആ ഗുഡ്വില്ലിൽ അയാളുടെ ഷെയർ എത്രയെന്ന് കണ്ടുപിടിക്കുക. അത് അയാൾ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ അത് കണ്ടുപിടിക്കണം നമ്മൾ. നെക്സ്റ്റ്, ഡബ്ല്യൂയും ആൻഡ് ആർ, ഡബ്ല്യൂയും ആറും അതായത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് വുഡ് വിഡ്രോ, അവർ പിൻവലിക്കും ഹാഫ് ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ. കൊണ്ടുവന്ന ഗുഡ്വില്ല് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുമല്ലോ. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഡബ്ല്യൂയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ആറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ക്രെഡിറ്റ് ആവുമല്ലോ. അത് അവർ പകുതി പൈസ, അത് ഫുള്ളായിട്ട് പിൻവലിക്കില്ല, അതിന്റെ ഹാഫ് എമൗണ്ട് ഒരു ക്യാഷ് ആയിട്ട് പിൻവലിക്കും. ഇവിടെ നല്ല ശ്രദ്ധിക്കണം നമ്മൾ. പ്രീമിയം ബ്രോട്ട് ബൈ ബി, ബി കൊണ്ടുവന്ന പ്രീമിയം, പ്രീമിയം മീൻസ് ഗുഡ്വിൽ. നെക്സ്റ്റ്, ദ അസെറ്റ് വുഡ് ബി റീവാല്യൂഡ്, ഇവിടെ റീവാല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. സൺഡറി ഡെപ്റ്റേഴ്സ് അറ്റ് ബുക്ക് വാല്യൂ ലെസ് എ പ്രൊവിഷൻ ഓഫ് 5%. ശ്രദ്ധിക്കണം ഈ ഭാഗം. ഡെപ്റ്റേഴ്സിന്റെ ബുക്ക് വാല്യൂന്ന് പ്രൊവിഷൻ 5% നമ്മൾ കട്ട് ചെയ്യാനുണ്ട്. സോ ഇവിടെ നോക്കാം നമുക്ക്. ഡെപ്റ്റേഴ്സിന്റെ ബുക്ക് വാല്യൂ എത്രയാണ്? ബുക്ക് വാല്യൂ പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് വാല്യൂ. ഡെപ്റ്റേഴ്സിന്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 20,000 ആണ്. ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ എടുക്കേണ്ടത് 20,000. ആ 20,000ന്റെ 5% പ്രൊവിഷൻ കട്ട് ചെയ്യണം. അപ്പൊ പ്രൊവിഷൻ എത്ര കട്ട് ചെയ്യണം നമ്മൾ? 5% കട്ട് ചെയ്യുമ്പോൾ 20,000ന്റെ 5% എടുത്താൽ 1,000 കിട്ടും. പക്ഷെ ഓൾറെഡി ഞാൻ ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞു, ഓൾറെഡി 700 രൂപ പ്രൊവിഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. സോ ബാക്കി 300 ഇനി കട്ട് ചെയ്താൽ മതി. ക്ലിയർ? ശ്രദ്ധിക്കണം ഈ ഭാഗം. നെക്സ്റ്റ്, സ്റ്റോക്ക് 20,000 ആയിട്ട് കാണിച്ചു. സ്റ്റോക്കിന്റെ പഴയ വാല്യൂ എത്രയാണ്? 25,000. ഇവിടെ ഡിക്രീസ് ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 40,000. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ പഴയ വാല്യൂ എത്രയാണ്? 35,000. ഇൻക്രീസ് ആണ്. പാറ്റന്റ് 12,000. പഴയ വാല്യൂ എത്രയാണ്? 5,700. അതും ഇൻക്രീസ് ആണ്. ക്ലിയർ? യെസ്. നെക്സ്റ്റ്, ലാബിലിറ്റീസ് വേർ വാല്യൂഡ്, ലാബിലിറ്റി വാല്യൂ ചെയ്തു 23,000 രൂപ. ഇവിടെ ലാബിലിറ്റി എന്താ ഉള്ളത്? ഇവിടെ ആകെയുള്ള ലാബിലിറ്റി ക്രെഡിറ്റേഴ്സ് ആണ്. അതാണ് ഇപ്പോൾ റീവാല്യൂഷൻ സംഭവിക്കുക. അപ്പോൾ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ 20,000, അതാണ് മനസ്സിലാക്കേണ്ടത് അതിൽ. അപ്പോൾ 23,000 ആയിട്ട് മാറി 20,000. ലാബിലിറ്റി മീൻസ് എക്സ്റ്റേണൽ ലാബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റീവാല്യൂഷൻ സംഭവിക്കുന്ന എക്സ്റ്റേണൽ ലാബിലിറ്റീസിനാണ്. സോ 23,000 ആയിട്ട് മാറി. അപ്പോൾ 3,000 രൂപ ക്രെഡിറ്റേഴ്സിന് നമ്മൾ ചാർജ് ചെയ്യാനുണ്ട്. 1 ബില്ല് ഫോർ ഗുഡ്സ് പർച്ചേസ്ഡ്, ഗുഡ്സ് വാങ്ങുമ്പോഴല്ലേ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ക്രെഡിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിയപ്പോൾ ഒരു ബില്ലുണ്ട്. ഹാവിംഗ് ബീൻ ഒമിറ്റഡ് ഫ്രം ബുക്സ്, അത് എഴുതാൻ വിട്ടുപോയതാ. സോ 23,000 ആണ് ക്രെഡിറ്റേഴ്സ് ഉള്ളത്. 23,000 ആണ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത്. 20,000 ആണ് ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. സോ 3,000 രൂപയുടെ ബില്ല് നമ്മൾ എഴുതാൻ വിട്ടുപോയതാ. സോ 3,000 രൂപ ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ? കഴിഞ്ഞ 4 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 2011 15,000, 2012 20,000, 2013 14,000, 2014 17,000. അത് വെച്ചിട്ട് ആവറേജ് പ്രോഫിറ്റ് കാണുക. 2.5 കൊണ്ട് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്വില്ല് കിട്ടും. ഗിവ് നെസസറി ജേണൽ എൻട്രീസ്, ജേണൽ എൻട്രി എഴുതണം. ആൻഡ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ നമുക്ക് റീവാല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതേപോലെ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ക്വസ്റ്റിലെ പോലെ കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സോ അത് വേണ്ട. റെക്കോർഡ് ദ എബോ, മുകളിലുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണം. ആൻഡ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ബീസ് അഡ്മിഷൻ. ബീനെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ ക്യാപിറ്റൽ പുതിയ റേഷ്യോ വെച്ച് കാണിക്കുകയാണെന്നും പറഞ്ഞിട്ടില്ല. സോ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട.
സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യാറുള്ളതൊക്കെ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. സോ എങ്ങനെയാണ് ഗുഡ്വില്ല് ട്രീറ്റ് ചെയ്യാന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ എത്ര രൂപയാണ് ഇയാൾ ഗുഡ്വില്ല് കൊണ്ടുവരേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കണം. സോ അതിനാദ്യം ഗുഡ്വില്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എഴുതാം കാൽക്കുലേഷൻ ഓഫ്, ഇവിടെ ഗുഡ്വില്ല് ഡയറക്റ്റ് തന്നിട്ടില്ല. സോ കാൽക്കുലേഷൻ ഓഫ് ഫേംസ് ഗുഡ്വിൽ. നമ്മൾ ഫേമിൻ്റെ ഗുഡ്വില്ല് കണ്ടുപിടിക്കുകയാണ്. ഫേംസ് ഗുഡ്വിൽ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ് അല്ലേ. അപ്പോൾ ഞാനത് ആവറേജ് പ്രോഫിറ്റ് എഴുതാം. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്നറിയോ? ടോട്ടൽ പ്രോഫിറ്റ് എഴുതാൻ പോവാണ്. ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 4 വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റ് കൂട്ടുക. 2011 15,000, 2012 20,000, പിന്നെ 14,000 17,000, ഇത് 4 കൂട്ടുക. 15,000 പ്ലസ് 20,000 പ്ലസ് 14,000 പ്ലസ് 17,000, ഇങ്ങനെ തന്നെയല്ലേ? 15,000 പ്ലസ് 20,000 പ്ലസ് 14,000 പ്ലസ് 17,000, ഇത് 4 പ്ലസ് ചെയ്യാം. പ്ലസ് 20,000 പ്ലസ് 14,000 പ്ലസ് 17,000 എല്ലാം കൂടെ ചെയ്യുമ്പോൾ 66,000 കിട്ടും. ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ്. നമുക്കിനി ആവറേജ് പ്രോഫിറ്റ് കാണാം. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 66,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ ഇയേഴ്സ് 4 ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16,500 കിട്ടും. ഇതാണ് ആവറേജ് പ്രോഫിറ്റ്. ഇനി നമുക്ക് ഗുഡ്വില്ല് കാണാം. ഗുഡ്വില്ല് ഈസ് ഈക്വൽ ടു 16,500 ആണ് ആവറേജ് പ്രോഫിറ്റ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചാൽ അറിയാം. ബേസ്ഡ് ഓൺ 2.5 ഇയേഴ്സ് പർച്ചേസ് ആണ് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2.5 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2.5. സോ നമുക്ക് കിട്ടുന്നത് 16,500 ഇൻറ്റു 2.5 ചെയ്ത് കഴിഞ്ഞാൽ 41,250 കിട്ടും. ഇതാണ് ഫേമിൻ്റെ ഗുഡ്വില്ല്. ഇതിൽ അയാൾ കൊണ്ടുവരേണ്ട ഗുഡ്വില്ല് ഇത് മുഴുവൻ കൊണ്ടുവരേണ്ട. അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കുകയാണ്. പുതിയ ആൾ ബി അല്ലേ? ബീസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. ബീൻ്റെ ഗുഡ്വിൽ ഷെയർ കണ്ടുപിടിക്കണം. ബീസ് ഷെയർ ഓഫ് ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കുക? 41,250 ആണ് ഫേമിൻ്റെ ഗുഡ്വില്ല്. അയാളുടെ ഷെയർ പ്രോഫിറ്റിൽ, ഫ്യൂച്ചർ പ്രോഫിറ്റിൽ അയാളുടെ ഷെയർ എത്രയാണ്? 4/15 അല്ലേ? ഇപ്പോൾ ചെയ്യാൻ പോവാണ്. ബീസ് ഷെയർ ഓഫ് ഗുഡ്വിൽ 41,250 ഇൻറ്റു 4/15, 11,000 ആണ് ഇയാൾ കൊണ്ടുവരേണ്ട ഗുഡ്വില്ല്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 11,000. ക്ലിയർ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ജേണൽ എൻട്രീസിലേക്കൊക്കെ പോകണം. പക്ഷേ ഈ ഗുഡ്വില്ല് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ഡിവൈഡ് ചെയ്ത് കൊടുക്കാണ്ട് അല്ലേ? ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക? സാക്രിഫൈസ് റേഷ്യോയിലല്ലേ? അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ കാണണ്ടേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ ന്യൂ റേഷ്യോ തന്നിട്ടില്ല. സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ന്യൂ റേഷ്യോ അറിയണം. അപ്പോൾ ന്യൂ റേഷ്യോ ആദ്യം കാണണം. നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. ആദ്യം എഴുതാൻ പോവാണ്. കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസ് റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ ബിറ്റ്വീൻ ആരൊക്കെയാണ്? W ആൻഡ് R. അങ്ങനെ 2 ആൾക്കാരാണ് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്, ഓൾഡ് പാർട്ണേഴ്സ്. സോ നമ്മളത് എഴുതാൻ പോവാണ്. സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ അല്ലേ? ഓൾഡ് റേഷ്യോ നമ്മൾ എന്ത് കുറച്ചാൽ മതി മക്കളെ? പുതിയ റേഷ്യോ കുറച്ചാൽ മതി. സോ നമ്മൾ ഓൾഡ് റേഷ്യോ ആദ്യം എഴുതാം. ഓൾഡ് റേഷ്യോ ബിറ്റ്വീൻ W ആൻഡ് R. Wയും Rഉം തമ്മിലുള്ള ഓൾഡ് റേഷ്യോ എത്രയാണ്? ക്വസ്റ്റ്യനിൽ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. Wയും Rഉം തമ്മിലുള്ള ഓൾഡ് റേഷ്യോ ക്വസ്റ്റ്യനിൽ 3:2 ആണ്. അപ്പോൾ അത് ആദ്യം എഴുതാം 3:2. ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? പുതിയ ആൾ ബി അല്ലേ? ബീസ് ന്യൂ ഷെയർ. ബീൻ്റെ പുതിയ ഷെയർ എത്രയാണ്? 4/15 ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? റിമൈനിങ് ഷെയർ കണ്ടുപിടിക്കണം. റിമൈനിങ് ഷെയർ 15ൽ 4 ഭാഗം പോയി. ഇനി 15ൽ എത്ര ഭാഗമുണ്ട്? 11/15. 15ൽ 4 ഭാഗം പോയാൽ പിന്നെ റിമൈനിങ് എത്രയാണ്? 15ൽ 11 ഭാഗമാണ്. സോ നമ്മൾ എങ്ങനെയാണ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക? നമുക്ക് കണ്ടുപിടിക്കാം W's ന്യൂ ഷെയർ, Wൻ്റെ പുതിയ ഷെയർ
ഡബ്ല്യുവിൻ്റെ ഓൾഡ് ഷെയർ എത്രയാണ്? ഓൾഡ് റേഷ്യോ 3:2 അല്ലേ? 3/5. 3/5 ഇൻറ്റു റിമൈനിങ് ഷെയർ എത്രയാണ്? 11/15. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല ചെയ്യേണ്ടത്, ഇത് നേരെ ഇൻറ്റു ചെയ്യാനുള്ളതുകൊണ്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 11 33, 5 × 15 75. ഇനി അടുത്ത ആളാരാണ്? ആറല്ലേ? ആറിൻ്റെ ന്യൂ ഷെയർ, ആർസ് ന്യൂ ഷെയർ. ആറിൻ്റെ ഓൾഡ് ഷെയർ 2/5 അല്ലേ മക്കളെ? ഇൻറ്റു 11/15. 2 11 22, 5 15 75. ഇനി പുതിയ ആളാരാണ്? ബി അല്ലേ? ബീൻ്റെ ന്യൂ ഷെയർ, ബീസ് ന്യൂ ഷെയർ 4/15 അല്ലേ തന്നിട്ടുള്ളത്? ബീൻ്റെ ന്യൂ ഷെയർ ഇവിടെ ക്വസ്റ്റിൽ നോക്കി അറിയാം, 4/15 കണ്ടോ? എന്നാൽ ഇത് നമ്മൾ 75ക്ക് മാറ്റുക. അപ്പം എങ്ങനെ ആവുക? ഓർ എങ്ങനെ എഴുതാം നമുക്ക്? 15ന് 5 കൊണ്ട് ഗുണിച്ചാൽ 75, അപ്പം 4നെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പം എങ്ങനെ വരിക? 20/75. അപ്പം ന്യൂ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക? ന്യൂ റേഷ്യോ ബിറ്റ്വീൻ W, R ആൻഡ് B. എങ്ങനെ റേഷ്യോ വരുന്നത്? 33:22:20. 33:22:20. ഇതാണ് പുതിയ റേഷ്യോ. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. സാക്രിഫൈസ് ആരെ സാക്രിഫൈസ് ആണ്? ഡബ്ല്യുവിൻ്റെ സാക്രിഫൈസ്. ഡബ്ല്യുക്കും ആറിനല്ലേ സാക്രിഫൈസ് ഉണ്ടാവുക? ഡബ്ല്യുവിൻ്റെ സാക്രിഫൈസ് കണ്ടുപിടിക്കാം. മക്കളെ ഓൾഡ് ഷെയറിന്ന് ന്യൂ ഷെയർ കുറച്ചാൽ മതി. ഡബ്ല്യുവിൻ്റെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2 അല്ലേ? 3:2 ആകുമ്പോൾ 3/5. ന്യൂ റേഷ്യോ എത്രയാ? ന്യൂ റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 33:22:20 ആണ്. അപ്പോൾ -33/75 ഇങ്ങനെ ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 3 × 75 225 മൈനസ് 33 × 5 165 ഡിവൈഡഡ് ബൈ 5 × 75 375. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 225 മൈനസ് 165 ചെയ്താൽ 60/375 കിട്ടും. ഇനി അതേപോലെ നമ്മൾ ആരെ സാക്രിഫൈസ് കാണാനുണ്ട്? ആറിൻ്റെ സാക്രിഫൈസ് കാണും. ചെയ്യാൻ പോവാണ്. ആറിൻ്റെ സാക്രിഫൈസ്. ആറിൻ്റെ ഓൾഡ് ഷെയർ 2/5 ആണ്, ചെക്ക് ചെയ്യുക. മൈനസ് ന്യൂ ഷെയർ 22/75 ആണ്. കാണാം അല്ലേ? 33:22:20 അല്ലേ? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൈനസ് ആയതുകൊണ്ട് 275 150 മൈനസ് 22 × 5 110 ഡിവൈഡഡ് ബൈ 575 375. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 40/375. അതായത് സാക്രിഫൈസ് റേഷ്യോ ബിറ്റ്വീൻ W ആൻഡ് R ഈസ് ഈക്വൽ ടു 60:40. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നമ്മൾ ഷോർട്ടാക്കി കൊണ്ടുവരാണെങ്കിൽ എങ്ങനെ എഴുതാം? പകുതി ആക്കി എടുക്കാം. നമുക്ക് ഷോർട്ടാക്കി കാണിച്ചു തരാം. 30:20 എന്ന് എഴുതാം പകുതി ആക്കി എടുക്കുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3:2 എന്ന് എഴുതി കൂടെ? 3:2 ഇങ്ങനെ എഴുതാം. ക്ലിയർ? യെസ്, ഇങ്ങനെ എഴുതാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ 3:2 ആണ് സാക്രിഫൈസ് റേഷ്യോ. ഈ റേഷ്യോയിലാണ് നമ്മൾ എന്ത് വീതിക്കേണ്ടത്? ഗുഡ്വില്ല് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ജേണൽ എൻട്രീസ് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ്വില്ല് വീതിച്ചൊക്കെ കൊടുക്കാം. സോ ഞാൻ എഴുതാൻ പോവാണ് ജേണൽ എൻട്രീസ്. ഫസ്റ്റ് ഡേറ്റ് കോളം, particulars, LF, debit credit. ഫസ്റ്റ് ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. അതേപോലെ അയാളുടെ ക്യാപിറ്റലും അയാൾ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. നമുക്ക് നോക്കാം എത്ര രൂപയാണ് അയാൾ കൊണ്ടുവരുന്നത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 30,000 രൂപ അയാൾ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരണം അല്ലേ? ഗുഡ്വില്ലായിട്ട് എത്ര കൊണ്ടുവരണം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഗുഡ്വില്ലായിട്ട് ഇതാ ബീസ് ഷെയർ ഓഫ് ഗുഡ്വില്ല് 11,000 കൊണ്ടുവരണം. അപ്പോൾ 30,000 11,000 മൊത്തം എത്ര കൊണ്ടുവരണം? 41,000 രൂപ അയാൾ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഫേമിൽ 41,000 ക്യാഷ് കൂടും. 2
ബീസ് ക്യാപിറ്റൽ, അതിൽ ബീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര രൂപ പോകും? അയാളുടെ ക്യാപിറ്റൽ എമൗണ്ട് ആയിട്ടുള്ള 30,000 പോകും. ടു ബാക്കിയുള്ള എമൗണ്ട് എന്തായിട്ടാണ് പോവുക? ഗുഡ് ആയിട്ടാണ് പോവുക അല്ലേ? ടു ഗുഡ് അക്കൗണ്ട്. ഗുഡ് ആയിട്ട് എത്ര പോകും? 11,000 പോകും. ഇനി നമ്മൾ നരേഷൻ എഴുതാം. ബീയിങ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ബീസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ബ്രോട്ട് ഇൻ. ക്ലിയർ? സിമ്പിൾ? യെസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഗുഡ്വിൽ നമ്മൾ വീതിച്ചു കൊടുക്കണം. അപ്പോൾ ക്രെഡിറ്റ് ചെയ്ത ഗുഡ്വില്ലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പഠിച്ചതല്ലേ ഇത്? അപ്പോൾ നമ്മൾ ഗുഡ്വില്ലിനെ ഡെബിറ്റ് ചെയ്യാൻ പോവാണ്. ഗുഡ്വിൽ അക്കൗണ്ട് ഡെപ്റ്റർ എത്ര രൂപ ഡെബിറ്റ് ചെയ്യണം? 11,000 രൂപ. ഇത് വീതിച്ചു കൊടുക്കണം. ടു ആർക്ക് കിട്ടുക? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഡബ്ല്യുവിനും കിട്ടും ആറിനും കിട്ടും. അപ്പോൾ ഡബ്ല്യുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. ടു ഡബ്ല്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ടു ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം. ക്ലിയർ? യെസ്. അപ്പോൾ എങ്ങനെ ഇട്ട് കൊടുക്കാൻ നോക്കാം. ഡബ്ല്യുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര ഇട്ട് കൊടുക്കും? ആറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര ഇട്ട് കൊടുക്കും? ഏത് റേഷ്യോയിലാണ് വീതിക്കേണ്ടത്? സാക്രിഫൈസ് റേഷ്യോയിലാണ്. സാക്രിഫൈസ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. ഏതാണ്? 3:2 അല്ലേ? 3:2 വീതിക്കണം. അപ്പോൾ ഡബ്ല്യുവിന് എങ്ങനെ വീതിക്കുക? 11,000 ഇൻറ്റു 3/5. ആറിന് എങ്ങനെ വീതിക്കുക? 11,000 ഇൻറ്റു 2/5. ക്ലിയർ? യെസ്. 11,000 ഇൻറ്റു 3/5 ചെയ്ത് കഴിഞ്ഞാൽ 6,600 ഡബ്ല്യുവിന് പോവുക. 11,000 ഇൻറ്റു 2/5 ചെയ്ത് കഴിഞ്ഞാൽ 4,400 ആറിന് പോവുക. നരേഷൻ എഴുതാം. ബീയിങ് ബീസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾഡ് പാർട്ണേഴ്സ് ഇൻ ദയർ സാക്രിഫൈസ് റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. ആ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുക? വീതിച്ചു കൊടുക്കുക. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. നോക്കാം എന്താണ് എക്സ്ട്രാ ഈ ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്ന കാര്യം എന്നുള്ളത് നോക്കണം. ചെക്ക് ചെയ്യാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം? ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. W ആൻഡ് R, അതായത് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് വുഡ് വിഡ്രോ ഹാഫ് ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിൽ മൊത്തമില്ല, 11,000 മൊത്തമില്ല, 11,000ന്റെ പകുതി 5,500 രൂപ പ്രീമിയം ബ്രോട്ട് ബൈ ബി കൊണ്ടുവന്ന പൈസ പിൻവലിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിലൊക്കെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഗുഡ്വിൽ പിൻവലിക്കുന്ന കേസൊക്കെ. അപ്പോൾ ഗുഡ്വിൽ പിൻവലിക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഇവിടെ ആക്ച്വലി ഈ ഡബ്ല്യുവിൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആയി കിടക്കുന്നത് എന്താവും? ഡെബിറ്റ് ആവും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് കൃത്യമായിട്ട് പോയിട്ട് കാണാൻ വീഡിയോ എന്നാലേ മനസ്സിലാവുള്ളൂ. ആറിൻ്റെ ക്യാപിറ്റൽ എന്താവും? ഡെബിറ്റ് ആവും. കാരണം ആ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് കുറയും. അപ്പോൾ നമ്മൾ എഴുതാണ് ഡബ്ല്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. അതിന്റെ പകുതി എടുത്താൽ മതി. എത്ര? ഡബ്ല്യുവിൻ്റെ ക്യാപിറ്റൽ 6,600 അല്ലേ? അതിന്റെ പകുതി പിൻവലിക്കും. 6,600ന്റെ പകുതി എത്ര ഉണ്ടാവും? 3,300. അതേപോലെ ആറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ആവും. ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട് പൈസ പിൻവലിക്കുകയാണെങ്കിൽ മാത്രമേ എൻട്രി ഉള്ളൂ കേട്ടോ. എത്ര രൂപ? 4,400ന്റെ പകുതി 2,200. ടു നമ്മളെ കയ്യിൽ നിന്ന് എന്ത് പോകും മക്കളെ? ക്യാഷ് പോവും. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. എത്ര രൂപ ക്യാഷ് പോവും? 5,500. ക്ലിയർ? ഈ നരേഷൻ എഴുതാം. ബീയിങ് ഹാഫ് ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ withdrawn by ഓൾഡ് പാർട്ണേഴ്സ്. പഴയ പാർട്ണേഴ്സ് എന്ത് ചെയ്തു? പകുതി ഗുഡ്വില്ലിന്റെ പൈസ ക്യാഷ് ആയിട്ട് പിൻവലിച്ചു. ക്ലിയർ? അപ്പോൾ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് പക്ക ക്ലിയർ, ഈസി ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്തൊക്കെ ട്രീറ്റ് ചെയ്യാനുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ നോക്കണം. ഈ ക്വസ്റ്റ്യനിൽ റിസർവ് ഒന്നും പറയുന്നില്ല, അപ്പോൾ റിസർവിന്റെ ട്രീറ്റ്മെന്റ് ഇല്ല. ഇനി ഇവിടെ നോക്കേണ്ടത് റീവാലുവേഷൻ കുറെ സംഭവിക്കുന്നുണ്ട്. ആ റീവാലുവേഷന്റെ ട്രീറ്റ്മെന്റ് ഒന്ന് ചെയ്യണം. നോക്കാം. നമുക്ക് ഈ ഭാഗം നമ്മൾ ട്രീറ്റ് ചെയ്തു, ക്യാപിറ്റൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്തു, ഗുഡ്വില്ലിൻ്റെ ഈ ട്രീറ്റ്മെന്റ് ചെയ്തു, അതേപോലെ പിൻവലിച്ച ട്രീറ്റ്മെന്റും ചെയ്തു. ഇത്രയും ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയി. പിന്നെ ഈ പ്രോഫിറ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇവിടെ 2-3 കാര്യങ്ങൾ പറയുന്നുള്ളൂ. നോക്കാം. അസെറ്റ് വുഡ് ബി റീവാല്യൂഡ്. അസെറ്റ് എന്ത് ചെയ്യാനുണ്ട്? റീവാല്യൂ ചെയ്യാനുണ്ട്. റീവാല്യൂ ചെയ്തു. ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ നല്ല ശ്രദ്ധിക്കണേ. ഡെപ്റ്റേഴ്സിന്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് 20,000. അതാണ് ബുക്ക് വാല്യൂ. പ്രൊവിഷൻ ഉൾപ്പെടുത്തില്ല ബുക്ക് വാല്യൂ ഡെപ്റ്റേഴ്സിന്റെ നോക്കുമ്പോൾ. ലെസ് എ പ്രൊവിഷൻ ഓഫ് 5%. പ്രൊവിഷൻ 5% ആണ് കുറയ്ക്കേണ്ടത്. സോ ബുക്ക് വാല്യൂ 20,000 ആണ്. ആ 20,000ന്റെ 5% ചെയ്ത 1000 ആണ് പ്രൊവിഷൻ. പക്ഷെ ഓൾറെഡി പ്രൊവിഷൻ എത്ര കുറച്ചിട്ടുണ്ട് മക്കളെ? 700 കുറച്ചിട്ടുണ്ട്.
സോ നമ്മൾ ഇനി എത്ര കുറച്ചാൽ മതി? 300. പ്രൊവിഷൻ ലാബിലിറ്റിയാണ്, 700 ക്രിയേറ്റ് ചെയ്തത്, ഒരു 300 കൂടെ ക്രിയേറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ലാബിലിറ്റിയാണ്. ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ പഠിച്ചതാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അക്കൗണ്ട് ക്രെഡിറ്റ്, റീവാലുവേഷനൊക്കെ ഡെബിറ്റ്. ഇനി അടുത്ത എന്താ? സ്റ്റോക്ക് 20,000 ആണ്. സ്റ്റോക്കിന്റെ വാല്യൂ 25,000 ആണ്. അപ്പോൾ അത് കുറഞ്ഞു. സ്റ്റോക്ക് കുറയുമ്പോൾ സ്റ്റോക്കും ക്രെഡിറ്റ്. അപ്പോൾ ലാബിലിറ്റി കൂടുമ്പോൾ അത് ക്രെഡിറ്റ്, സ്റ്റോക്ക് കുറയുമ്പോൾ അസറ്റ് കുറയുമ്പോൾ അത് ക്രെഡിറ്റ്. അപ്പോൾ ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ്, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ്. ക്ലിയർ? നെക്സ്റ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി 40,000 ആയി, അത് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അത് ഈ ഭാഗത്തെ നമ്മൾ ബാധിക്കുന്നില്ല. പാറ്റന്റ് 12,000 ആയി, അതും കൂടിയിരിക്കുകയാണ്, അതും ബാധിക്കുന്നില്ല. കാരണം അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ആണ് വരിക. നമ്മൾ അസറ്റ് ക്രെഡിറ്റ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരുമിച്ച് എഴുതാൻ വേണ്ടി ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് സെപ്പറേറ്റ് എഴുതാം, ഒരുമിച്ച് എഴുതിയാൽ പെട്ടെന്ന് പരിപാടി കഴിയും. ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്? 300 കൂടെ ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സോ 300 നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ സ്റ്റോക്കിന്റെ വാല്യൂ 20,000 ആണ്, 25,000 ഉള്ളത് 5,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ 2 ക്രെഡിറ്റ് ഉള്ളത്. ഇനി ബാക്കി 2 ഡെബിറ്റ് ആണ്. ലാബിലിറ്റീസിന്റെ വാല്യൂ 23,000 ആണ്. സോ ലാബിലിറ്റി എത്രയാണ് മക്കളെ? ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ 20,000 അല്ലേ? അതല്ല എക്സ്റ്റേണൽ ലാബിലിറ്റി. അത് ഞാൻ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ, ഒരു ബില്ലിന്റെ ഒമിറ്റ് ചെയ്ത കേസ്. സോ 23,000 കാണിക്കേണ്ടതുണ്ട്. 20,000 ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 3,000 രൂപ കൊണ്ട് നമ്മൾ ലാബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ്, ആ 3,000 ക്രെഡിറ്റ്. പ്രൊവിഷൻ 300 ക്രെഡിറ്റ്, 1000 അല്ല 300 ക്രെഡിറ്റ്. അതേപോലെ അസറ്റിന്റെ സ്റ്റോക്കിന്റെ വാല്യൂ കുറഞ്ഞതുകൊണ്ട് അതും ക്രെഡിറ്റ്. അപ്പോൾ അത് ഒരുമിച്ച് നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാൻ ചോദിച്ചാൽ ഒക്കെ ക്രെഡിറ്റ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഏതാ ഡെബിറ്റ് വരിക? ഓപ്പോസിറ്റ് ഏതാ വരിക? റീവാല്യൂഷൻ അല്ലേ? നമ്മളിതൊക്കെ കൃത്യമായി പഠിച്ചതാണ്. ഈ ഭാഗങ്ങൾ നോക്കണം. റീവാല്യൂഷൻ അക്കൗണ്ടാണ് ഡെബിറ്റ് ആവുക. റീവാല്യൂഷൻ അക്കൗണ്ട് ഡെബിറ്റ്. ഏതൊക്കെയാണ് ക്രെഡിറ്റിൽ വരുന്നത് നോക്കണം. ഫസ്റ്റ് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം ഈ ഭാഗം. അസറ്റ് റീവാല്യൂ ചെയ്തു. സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ബുക്ക് വാല്യൂ എത്രയാണ് മക്കളെ? 20,000. അതിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് കുറയ്ക്കേണ്ടത് 5% ആണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ 20,000ന് 5% ചെയ്യുമ്പോൾ 1000 കിട്ടുക. പക്ഷെ ഓൾറെഡി പ്രൊവിഷൻ 700 കുറച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മൾ ഇനി പ്രൊവിഷനായിട്ട് എത്ര കാണിക്കണം? ലാബിലിറ്റി ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. നമ്മളിനി എത്ര കാണിച്ചാൽ മതി? 300 ക്രെഡിറ്റ് ചെയ്താൽ മതി, ലാബിലിറ്റി കാണിച്ചാൽ മതി. കാരണം ഓൾറെഡി 1000 700 കാണിച്ചിട്ടുണ്ട്, 300 കൂടെ കാണിച്ചാൽ മതി. ഇനി അടുത്ത എന്താണ്? അപ്പോൾ പ്രൊവിഷൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത എന്താണ്? സ്റ്റോക്ക് 20,000 ആയിട്ട് മാറി. സ്റ്റോക്കിന്റെ വാല്യൂ എത്രയായിരുന്നു? സ്റ്റോക്കിന്റെ വാല്യൂ നോക്കുമ്പോൾ 25,000 ആണ്. അപ്പോൾ സ്റ്റോക്കിന്റെ വാല്യൂ കുറഞ്ഞു. ഏതാണോ അസറ്റ് കുറഞ്ഞ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ഞാൻ സ്റ്റോക്കും ക്രെഡിറ്റ് ചെയ്യണം. ടു സ്റ്റോക്ക് 5,000 രൂപ. കണ്ടോ? 25,000 ഉള്ളത് 20,000 ആയിട്ട് മാറി എന്നല്ലേ പറഞ്ഞു. അപ്പോൾ 5,000 രൂപ കുറഞ്ഞു. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറിന്റെ വാല്യൂ 40,000 ആയിട്ട് മാറി. പ്ലാന്റ് ആൻഡ് മെഷീനറിന്റെ വാല്യൂ എത്രയായിരുന്നു മക്കളെ? 35,000 ആയിരുന്നു. അപ്പോൾ കൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഈ എൻട്രിയിൽ എഴുതണ്ട. പാറ്റന്റിന്റെ വാല്യൂ അസറ്റ് ആണ്, 12,000 ആയിട്ട് മാറി. പാറ്റന്റ് എത്രയാണ്? 5,700 അല്ല. അപ്പോൾ അതും കൂടിയിരിക്കുകയാണ്. അത് വേറെ എൻട്രി ആയിട്ട് എഴുതാം. പിന്നെ ലാബിലിറ്റീസ് 23,000 ആയിട്ട് വാല്യൂ ചെയ്തു. ലാബിലിറ്റീസ് എത്രയാണ്? 20,000 അല്ലേ? ആ 20,000 ഉള്ളത് 23,000 ആയിട്ട് വാല്യൂ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 3,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ ക്രെഡിറ്റ് ചെയ്യണം, ലാബിലിറ്റി ആയിട്ട് കാണിക്കണം. സോ ഞാനത് കാണിക്കാൻ പോവാണ്. ടു സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ടു സൺഡ്രി ക്രെഡിറ്റേഴ്സ് 20,000 കാണിച്ചിട്ടുള്ളൂ. 3,000 ബില്ലോടെ ഒമിറ്റ് ചെയ്തുകൊണ്ട് അതും കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. 3,000 കൂടെ ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്തു. സോ ഇത് 3 ക്രെഡിറ്റ് ചെയ്യാനുള്ളത്. ഇത് 3 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8,300 ആണ്. 8,300 റീവാലുവേഷൻ ഡെബിറ്റ് ചെയ്യണം. സോ ഞാൻ നരേഷൻ എഴുതാണ്. ബീയിങ് വാല്യൂ ഓഫ് സ്റ്റോക്ക് decreased, comma, provision for doubtful debt created, doubtful debt created, and creditors recorded. Clear? നമ്മൾ അൺറെക്കോർഡ് ചെയ്യാത്ത ക്രെഡിറ്റേഴ്സിന് എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. ഇതാണ് ഈ ഭാഗത്ത് എഴുതുന്ന ഒരു എൻട്രി. ഇനി നമ്മൾ റീവാലുവേഷൻ്റെ ഭാഗത്ത് ഇനി ചെയ്യാത്ത 1-2 കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. നോക്കാം. ഇവിടെ നോക്കാം മക്കളെ. പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലേ? നമ്മൾ ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറി വാല്യൂ കൂടുമ്പോൾ അസറ്റാണ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ പാറ്റന്റിന്റെ വാല്യൂ 12,000 ആയി, അതും കൂടി അല്ലേ? കൂടി എങ്ങനെ മനസ്സിലാക്കുക? അവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ നിങ്ങൾ പ്ലാന്റ് ആൻഡ് മെഷീനറി 35,000 ആണ്, അത് 40,000 ആയി എന്ന് പറഞ്ഞാൽ 5,000 രൂപ കൂടി എന്നല്ലേ? പാറ്റന്റ് 5,700 ആണ്, അസറ്റ് അല്ലേ? അത് 12,000 ആയിട്ട്. അപ്പോൾ അവിടെയും വാല്യൂ കൂടി, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അത് രണ്ടും ഡെബിറ്റ് ചെയ്യുക. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ്.
എത്ര രൂപ കൂടി? 5000. പിന്നെ പാറ്റന്റ് അസറ്റ് ആണ് അല്ലേ? പാറ്റന്റ് കൂടുമ്പോൾ അതും ഡെബിറ്റ് ചെയ്യണം. പാറ്റന്റ് അക്കൗണ്ട് ഡെബിറ്റ്. മക്കളെ പാറ്റന്റ് 12000 ആയിട്ട് മാറി എന്നല്ലേ പറഞ്ഞത്? 5700 ആയിരുന്നില്ലേ? 12000 മൈനസ് 5700 6300 ഉണ്ടാവും. അപ്പൊ 6300 നമ്മുടെ പാറ്റന്റ് കൂടിയതായിട്ട് കാണിക്കേണ്ടത്. 2 വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. സോ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. കാരണം അസറ്റ് കൂടുമ്പോൾ ലാഭമാണ് ക്രെഡിറ്റ് ചെയ്യുക. 11300 വരും. നരേഷൻ എഴുതുക. ബീയിങ് വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് പാറ്റന്റ് ഇൻക്രീസ്ഡ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? നരേഷൻ എഴുതുക. ഇനി നമുക്ക് എന്തൊക്കെ എൻട്രീസ് എഴുതാനുണ്ട് നോക്കാം. റീവാലുവേഷൻ്റെ പരിപാടികളൊക്കെ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇനി നമ്മൾ ആ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. വേറെ റീവാലുവേഷൻ ഒന്നും സംഭവിക്കുന്നില്ല, ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ചെയ്യണം. വളരെ സിമ്പിളാണ് പ്രോഫിറ്റ് കാണാൻ. ഏതൊക്കെ റീവാലുവേഷൻ ഡെബിറ്റ് ആണ്, ഏതൊക്കെ റീവാലുവേഷൻ ക്രെഡിറ്റ് ആണ് നോക്കുക. റീവാലുവേഷൻ്റെ ഡെബിറ്റിൽ 8300, റീവാലുവേഷൻ്റെ ക്രെഡിറ്റിൽ 11300. സോ നമുക്കറിയാം ക്രെഡിറ്റ് ആണ് കൂടുതൽ. റീവാലുവേഷൻ്റെ ക്രെഡിറ്റിൽ 11300, ഇൻകത്തിൻ്റെ സൈഡാണ് കൂടുതൽ, ഡെബിറ്റിൽ 8300. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം. പ്രോഫിറ്റ് ആകുമ്പോൾ പാർട്ണേഴ്സിന് വീതിച്ചു കൊടുക്കല്ലേ വേണ്ടത്? ഏത് പാർട്ണേഴ്സിനെ കിട്ടുക? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിനല്ലേ? ആര് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്? WR അല്ലേ? അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും? കൂടുമ്പോൾ പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റ് ആകുമ്പോൾ കൂടുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ പ്രോഫിറ്റ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ക്രെഡിറ്റ് കൂടി ഡെബിറ്റ് കുറഞ്ഞു. റീവാലുവേഷൻ്റെ ക്രെഡിറ്റിൽ 11300, ഡെബിറ്റിൽ 8300. അപ്പോൾ ക്രെഡിറ്റിലാണ് കുറച്ച് കൂടുതൽ, അതുകൊണ്ട് അത് പ്രോഫിറ്റ് ആണ്, ഇൻകം ആണ്. ക്ലിയർ? സോ നമ്മൾ എഴുതാണ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആവും പ്രോഫിറ്റ് ആകുമ്പോൾ. അപ്പോൾ ഏതാ ഡെബിറ്റ് ആവുക? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ്. മക്കൾ എത്രയാണ് പ്രോഫിറ്റ്? 11300നെയും 8300നെയും ഡിഫറൻസ് എത്ര? 3000. കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമുണ്ടോ അതിന്? ഇല്ല, നല്ല കിടക്കട്ടെ. 3000. ആ 3000 രൂപ നമ്മൾ എന്ത് ചെയ്തു? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. 2 പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടുതലായി, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഏതൊക്കെയാണ് പാർട്ണേഴ്സ്? ടു W's ക്യാപിറ്റൽ അക്കൗണ്ട്. ടു W's ക്യാപിറ്റൽ അക്കൗണ്ട്. അതേപോലെ ആരാണ്? ടു R's ക്യാപിറ്റൽ അക്കൗണ്ട്. Wൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. Rൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും നമ്മൾ ഈ എമൗണ്ട് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ഏത് റേഷ്യോയിലാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഓൾഡ് റേഷ്യോയിലാണ് ട്രാൻസ്ഫർ ചെയ്യുക. എത്രയാണ് ഓൾഡ് റേഷ്യോ? 3:2. നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ കാൽക്കുലേഷൻ എഴുതാം. 3000 ആണ്. 3000 ഇൻറ്റു 3/5. ഇവിടെ 3000 ഇൻറ്റു 2/5. 3000 ഇൻറ്റു 3/5 ചെയ്ത് കഴിഞ്ഞാൽ 1800 Wന് വരിക. 3000 ഇൻറ്റു 2/5 ചെയ്ത് കഴിഞ്ഞാൽ 1200 ആർക്ക് വരിക? Rന് വരിക. ക്ലിയർ? നമ്മൾ നരേഷൻ എഴുതാണ്. ബീയിങ് റീവാലുവേഷൻ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾഡ് പാർട്ണേഴ്സ് ഇൻ ദയർ ഓൾഡ് റേഷ്യോ. ഓൾഡ് പാർട്ണേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ എന്ത് ചെയ്തു? നമ്മൾ വീതിച്ച് കൊടുത്തു. ക്ലിയർ? ഇനി എന്താണ് ക്വസ്റ്റ്യനിലുള്ള ഇൻഫോർമേഷൻ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ റീവാലുവേഷൻ ചെയ്തു, ഗുഡ്വില്ലിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, റിസർവിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനില്ല, എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. കാരണം അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല. സോ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, പരിപാടി കഴിഞ്ഞു. ക്ലിയർ? യെസ്, നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. എല്ലാ എൻട്രി നമ്മൾ എഴുതിയിട്ടുണ്ടാവും, ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അതേപോലെ പാർട്ണേഴ്സിൻ്റെ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അതേപോലെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ആദ്യം റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം. എല്ലാ ലെഡ്ജർ അക്കൗണ്ടും വരയ്ക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം വരയ്ക്കണം. റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് ജേണൽ എൻട്രി നോക്കിയിട്ട് വരയ്ക്കാം കേട്ടോ. നേരത്തെ ചെയ്ത പോലെ അതിന് കുറച്ചും കൂടെ നമുക്ക് ജേണൽ എൻട്രി ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ, അതാണ് എളുപ്പം. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡ് പ്രോഫിറ്റും ഡെബിറ്റ് സൈഡ് ലോസ്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, മക്കളെ ശ്രദ്ധിക്കുക. റീവാലുവേഷൻ കാണുന്ന എല്ലാ ഭാഗവും നിങ്ങൾ നോക്കണം. നമ്മൾ ജേണൽ എൻട്രി എടുക്കുകയാണ്. ഇവിടെ റീവാലുവേഷൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ജേണൽ എൻട്രി നോക്കുമ്പോൾ ഫസ്റ്റ് എൻട്രിയിലില്ല, സെക്കൻഡ് എൻട്രിയിലില്ല, തേർഡ് എൻട്രിയിലില്ല, 4ാമത്തെ എൻട്രി നോക്കുമ്പോൾ റീവാലുവേഷൻ ഡെബിറ്റാണ്. അതിന് ഡെബിറ്റിൽ ഓപ്പോസിറ്റുള്ള 3 ഐറ്റംസ് ഉണ്ട്, അത് 3 എഴുതണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എഴുതണം, സ്റ്റോക്ക് എഴുതണം, സൺഡ്രി ക്രെഡിറ്റേഴ്സ് എഴുതണം. ഞാൻ എഴുതാൻ പോവാണ്. ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്.
ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. എൻ്റെ എമൗണ്ട് നോക്കുക. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ എമൗണ്ട് എത്രയാണ് മക്കളെ? 300 ആ 300 ഞാൻ എഴുതാം. അടുത്ത ഐറ്റം എന്താ? അടുത്ത ഐറ്റം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്റ്റോക്കിലെ സ്റ്റോക്കിൻ്റെ എമൗണ്ട് 5000 ആണ്. അപ്പം ഞാനത് എഴുതാണ് ടു സ്റ്റോക്ക്. അടുത്ത ഐറ്റം എന്താണ്? അടുത്ത ഐറ്റം നമുക്ക് കാണാൻ പറ്റുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് 3000 കൂടെ അവിടെ ഒമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതും കൂടെ നമ്മൾ ചാർജ് ചെയ്യണം. സൺട്രി ക്രെഡിറ്റേഴ്സ് 3000. ഇതൊക്കെ നമുക്ക് രണ്ടെണ്ണം ലാബിലിറ്റി ആയതുകൊണ്ട് ലോസ് ആണ്, സ്റ്റോക്ക് കുറഞ്ഞുകൊണ്ട് അതും ലോസ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം അടുത്ത റീവാലുവേഷൻ അവിടെ കാണുന്ന നോക്കാം. അടുത്ത റീവാലുവേഷൻ ഇത് അവിടെ, അത് ക്രെഡിറ്റ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്ര ഐറ്റം ഉണ്ട്? പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, പാറ്റൻറ്റും ഉണ്ട്. അത് എഴുതണം. അപ്പോൾ റീവാലുവേഷൻ്റെ ക്രെഡിറ്റിൽ എഴുതാം പ്ലാന്റ് ആൻഡ് മെഷീനറി ബൈ പ്ലാന്റ് ആൻഡ് മെഷീനറി 5000 ആണ് എമൗണ്ട്. പിന്നെ പാറ്റൻറ്റ്, കാരണം അസറ്റിൻ്റെ വാല്യൂ കൂടിയില്ലേ, കൂടുമ്പോൾ ക്രെഡിറ്റ് ലാഭം. പാറ്റൻ്റെ വാല്യൂ എത്രയാണ്? 6300. അത് കാണിക്കുക 6300. ഇത്രയാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഇൻഫർമേഷൻ ഉള്ളൂ. ബാക്കി ഇനി റീവാലുവേഷൻ അക്കൗണ്ടിൽ ഒന്നുമില്ല. ഇത് അതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടേണ്ടതാണ്. എന്നാലും നമുക്കിത് ഇനി ഡയറക്റ്റ് എഴുതി വെക്കാം. റീവാലുവേഷൻ ഡെബിറ്റ് അല്ലേ, അതിൻ്റെ ഡെബിറ്റിൽ എഴുതാം. ഓപ്പോസിറ്റ് എത്ര ഐറ്റം ഉണ്ട്? ഡബ്ല്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ഇവർക്ക് രണ്ടാക്കാണ് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഡെബിറ്റിൽ എഴുതാണ് ടു ഡബ്ല്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവർക്ക് രണ്ടാക്കാണ് പ്രോഫിറ്റ് കിട്ടുക കേട്ടോ. ഈ പ്രോഫിറ്റ് നമുക്ക് ഇതിന് ആൻസർ ആയിട്ട് വരേണ്ടതാണ്. നമ്മൾ ജേണൽ എൻട്രി എഴുതിയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതാൻ പറ്റും. ഡബ്ല്യൂന് എത്ര കിട്ടും? 1800. ആറിന് എത്ര കിട്ടും? 1200. ഇവിടെ 1800ഉം ഇവിടെ 1200 എഴുതാം. ഇത് ടാലി ആയിട്ടുണ്ടാവും, ചെക്ക് ചെയ്യുക. രണ്ട് സൈഡ് നോക്കുക, ബാലൻസ് കറക്റ്റ് ആയിരിക്കും. 5000 പ്ലസ് 6300 11300 വരും. ഇവിടെ 300 പ്ലസ് 5000 പ്ലസ് 3000 പ്ലസ് 1800 പ്ലസ് 1200 11300 ടാലിയാവും. ഇനി നമുക്ക് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. സോ നമുക്കത് പെട്ടെന്ന് വരയ്ക്കാം. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, JFൻ്റെ കോളം, പിന്നെ 3 പാർട്ണർ ഉണ്ട്. W ഉണ്ട്, R ഉണ്ട്, പിന്നെ പുതിയ പാർട്ണർ ആരാണ്? B ഉണ്ട്. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, JFൻ്റെ കോളം, W ഉണ്ട്, R ഉണ്ട്, B ഉണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, WR, P. Date, particulars, JF, WR, P. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. അതിന് പഴയ ബാലൻസ് ഷീറ്റ് എടുക്കുക. പഴയ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പഴയ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഡബ്ല്യുവിൻ്റെ ബാലൻസ് ബി ബാർ ഡി 40000, ആറിൻ്റെ ബാലൻസ് ബി ബാർ ഡി 30000. ഇത് ആദ്യം എഴുതുക. ക്യാപിറ്റലാണ്, ക്യാപിറ്റൽ ലാബിലിറ്റി ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഒക്കെ അറിയാം. നമ്മളിവിടെ എഴുതുകയാണ് ബൈ ബാലൻസ് ബി ബാർ ഡി. ഡബ്ല്യുവിൻ്റെത് 40000, ആറിൻ്റെത് 30000. ബിക്ക് എന്തുണ്ടാവില്ല? ബി പുതിയ ആളല്ലേ, അപ്പോൾ ബിക്ക് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. 40000 30000. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ജേണൽ എൻട്രി നോക്കി എഴുതിയാൽ മതി. കാരണം ബി ക്യാപിറ്റൽ കൊണ്ടുവരണല്ലോ, അപ്പോൾ ജേണൽ എൻട്രിയിലുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആകുമ്പോൾ ക്യാപിറ്റൽ കാണൊക്കെ പിടിക്കുക. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ആകുമ്പോൾ റീവാലുവേഷൻ അല്ലേ നോക്കിയത്. അതേപോലെ ക്യാപിറ്റൽ ആകുമ്പോൾ ക്യാപിറ്റൽ പിടിക്കുക. ബീൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ്, അപ്പോൾ ബീൻ്റെ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റിൽ എഴുതാം 30000. നേരത്തെ ഡിസ്കസ് ചെയ്താണ് ഇതൊക്കെ. ബീൻ്റെ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റിൽ ഞാൻ എഴുതാണ് 30000. ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കിയാൽ കാണാം ബൈ ക്യാഷ് എന്നായിരിക്കും. ഓപ്പോസിറ്റ്, ക്രെഡിറ്റിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഡെബിറ്റ് ആണ് കേട്ടോ. ക്രെഡിറ്റിന് എപ്പോഴും ക്രെഡിറ്റ് ഓപ്പോസിറ്റ് അല്ല, ഡെബിറ്റ് ആണ് ഓപ്പോസിറ്റ്. ഇനി നമ്മൾ അടുത്ത ക്യാപിറ്റൽ എവിടെ കാണുന്നത്? ഇവിടെ കാണാൻ പറ്റും അല്ലേ. രണ്ടാമത്തെ എൻട്രിയിൽ ഡബ്ല്യുവിൻ്റെ ക്യാപിറ്റലും ക്രെഡിറ്റ് ആണ്, ആറിൻ്റെ ക്യാപിറ്റലും ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഡബ്ല്യുവിൻ്റെ ക്യാപിറ്റലിൻ്റെ നേരെ 6600 എഴുതുക. ആറിൻ്റെ ക്യാപിറ്റലും ക്രെഡിറ്റ് ആണ്, അപ്പോൾ ഇത് രണ്ടും ക്രെഡിറ്റിൽ എഴുതണം. 6600 4400. ഇവിടെ 6600 എഴുതി, ഇവിടെ 4400 എഴുതി.
ഇതിൻ്റെ ഓപ്പോസിറ്റ് ഗുഡ്വില്ലാണ്. കാരണം ഇവർക്ക് രണ്ടാക്കാണ് ഗുഡ്വില്ല് കിട്ടുക, അത് ബി കിട്ടാൻ പാടില്ല. ബി കൊണ്ടുവന്ന സാധനമല്ലേ, അപ്പോൾ അത് ഡബ്ല്യൂന്ന് 6 കിട്ടുക, 11,000 നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ക്യാപിറ്റൽ എവിടെയുള്ളത് നോക്കണം. അടുത്ത ക്യാപിറ്റൽ തൊട്ട് താഴെയുണ്ട്. ഇവിടെ ഡബ്ല്യൂവിൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ആണ്, ആറിൻ്റെ ക്യാപിറ്റലും ഡെബിറ്റ് ആണ്. ഡബ്ല്യൂവിൻ്റെ നേരെ 3,300 എഴുതുക, ആറിൻ്റെ നേരെ 2,200 എഴുതുക. ഡെബിറ്റിൽ എഴുതണം കേട്ടോ. ഇപ്പോൾ ഡബ്ല്യൂവിൻ്റെത് 3,300, ആറിൻ്റെത് 2,200. ഡബ്ല്യൂവിൻ്റെ നേരെ 3,300 എഴുതി, ആറിൻ്റെ നേരെ 2,200 എഴുതി. ഇതെന്താ സംഭവം ചോദിച്ചാൽ ഇവർ ക്യാഷ് ആയിട്ട് പിൻവലിക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കിയാൽ കാണാൻ പറ്റും, ക്യാഷ് ആയിട്ട് പിൻവലിക്കുകയാണ്. കണ്ടോ, അതായത് ഈ 6,600 അല്ലേ ഇയാളുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആയത്, 3,300 ഇയാൾ പിൻവലിച്ചു, അത് അപ്പുറത്ത് കിട്ടും. അതാണ് സംഭവം. മറ്റേ ആളും അതേപോലെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത എൻട്രി എവിടെ നോക്കണം. അടുത്ത എൻട്രിയിൽ ക്യാപിറ്റൽ ഞാൻ എവിടെ കാണുന്നത്, ഇവിടെ ക്യാപിറ്റൽ കാണില്ല, ഇവിടെയും ക്യാപിറ്റൽ കാണില്ല, ഈ 2 എൻട്രിയിലും ക്യാപിറ്റൽ ഇല്ല. ഇനി ലാസ്റ്റ് ഇവിടെ ഒരു എൻട്രി ഉണ്ട്, കണ്ടോ, റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് വീതിച്ചത്. ഇവിടെ ഡബ്ല്യുവിൻ്റെ ക്യാപിറ്റലും ക്രെഡിറ്റ് ആണ്, ആറിൻ്റെ ക്യാപിറ്റലും ക്രെഡിറ്റ് ആണ്. കണ്ടോ, ഡബ്ല്യുവിൻ്റെ 1,800, അതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് നമ്മൾ, നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുകയാണ്. ഡബ്ല്യുവിൻ്റെ 1,800, ആറിൻ്റെ 1,200. ബിക്ക് റീവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ടാവില്ല. സോ ബൈ റീവാലുവേഷൻ ഇത് പ്രോഫിറ്റ് ആണ്, ബൈ റീവാലുവേഷൻ. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് ബാലൻസ് ചെയ്താൽ നമ്മുടെ ആൻസറായി. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യേണ്ട. ബാലൻസ് ചെയ്യാം. ഡബ്ല്യുവിൻ്റെ നോക്കുമ്പോൾ 40,000 പ്ലസ് 6,600 പ്ലസ് 1,800, 48,400 കിട്ടും. 48,400. ഇവിടെ ബൈ ബാലൻസ് സി ബാർ ഡി കാണിക്കണം. ഇവിടെ ക്യാപിറ്റൽ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, സോ അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എഴുതിയാൽ മതി. ഈ 48,400 ഈ 3,300 പിൻവലിച്ച പൈസ കുറയ്ക്കണം. ആ 3,300 കുറച്ചാൽ ഇനി അയാൾക്ക് എത്ര കൊടുക്കാനുള്ളത്, 45,100 ഇനി കൊടുക്കാണ്ട്. ലോജിക്ക് കിട്ടിയല്ലോ. ഈ 45,100 ആണ് ഇനി ഡബ്ല്യുവിന് കൊടുക്കാണ്ടാവുക. ഇനി അതേപോലെ ആറിന് ഈ 30,000 കൊടുക്കാനുണ്ട് അല്ലേ. അതേപോലെ ഈ 4,400 ഗുഡ്വില്ലിൻ്റെ പോർഷൻ കൊടുക്കാനുണ്ട്. അതേപോലെ ഈ 1,200 റീവാലുവേഷൻ പ്രോഫിറ്റ് കൊടുക്കാണ്ട്. അങ്ങനെ മൊത്തം 35,600 കൊടുക്കണം. 35,600. എന്നാൽ ഈ 35,600 ഈ 2,200 പകുതി ഗുഡ്വില്ല് കൊടുത്തില്ലേ, 4,400 പകുതി 2,200 കൊടുത്തില്ല, അപ്പോൾ ഇത് കുറയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി അയാൾക്ക് എത്ര കൊടുക്കാണ്ടാവുക, 33,400 ആണ് ഇനി അയാൾക്ക് കൊടുക്കാണ്ടാവുക. ഇനി അതേപോലെ ബിക്ക് നമ്മൾ ഇറക്കിയ പൈസ 30,000 ആണ്. ഗുഡ്വില്ല് അയാൾക്ക് തിരിച്ചു കൊടുക്കില്ല, ഇറക്കിയ 30,000 എക്സ്ട്രാ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണം. വേറെ ഒന്നും പിൻവലിച്ചിട്ടില്ലാത്തതുകൊണ്ട് 30,000 തന്നെ അയാൾക്ക് കൊടുക്കേണ്ടി വരും. സോ ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. ഇത് ഇവർ സെപ്പറേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്, നമ്മളത് എഴുതി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. ആ ബാലൻസ് ഷീറ്റും കൂടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. സോ നമുക്കതിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് ഓഫ് reconstituted firm ആസ് ഓൺ 1/1/2015. ഇതാണ് ഡേറ്റ് തന്നിട്ടുള്ളത്. സോ അതിൻ്റെ ബാലൻസ് ഷീറ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പ്രിപ്പയർ ചെയ്യാൻ പോകണം കേട്ടോ, ശ്രദ്ധിക്കുക. ലാബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്സ്, എമൗണ്ട്. ലാബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്സ്, എമൗണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ചോദിച്ചാൽ ക്യാപിറ്റൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുക. ഇവിടെ ബാലൻസ് സി ബാർ ഡി ആണ് നോക്കേണ്ടത്. ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ബാലൻസ് സി ബാർ ഡി. അപ്പോൾ ഞാനിവിടെ എഴുതാണ്. ഇവിടെ കറണ്ട് അക്കൗണ്ട് ഒന്നും ഇല്ല കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ അക്കൗണ്ട് 3 പാർട്ട്നേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ഡബ്ല്യു ആണ്. ഡബ്ല്യുവിൻ്റെ ക്യാപിറ്റൽ എത്രയാണ് മക്കളെ? 45,100 അല്ലേ, അത് എഴുതി വെക്കുക. 45,100. ഇനി അടുത്ത ആളാരാ? ആറല്ലേ. ആറിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? 33,400 അല്ലേ, അത് എഴുതി വെക്കുക. 33,400. ഇനി പുതിയൊരാളുണ്ട്. ആരാണ് പുതിയ ആൾ? ബി അല്ലേ. ബിൻ്റെ ക്യാപിറ്റൽ 30,000 ആണ്. കൊണ്ടുവന്ന ക്യാപിറ്റൽ 30,000 ആണ്. ഗുഡ്വിൽ അയാൾക്ക് കൊടുക്കാനുള്ളതല്ല, 30,000. സോ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യാം. 45,100 പ്ലസ് 33,400 പ്ലസ് 30,000 ചെയ്ത് കഴിഞ്ഞാൽ 1,08,500 കിട്ടും. ഇതാണ് ടോട്ടൽ ഫേമിൻ്റെ ക്യാപിറ്റൽ. ഇനി നെക്സ്റ്റ് പഴയ ബാലൻസ് ഷീറ്റ് എടുക്കുക. ഇവിടെ കറണ്ട് അക്കൗണ്ട് ഇല്ല, അപ്പോൾ അതുകൊണ്ട് പഴയ ബാലൻസ് ഷീറ്റ് എടുക്കുക. നമുക്ക് നോക്കാം. ഇവിടെ സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട് അല്ലേ. സൺട്രി ക്രെഡിറ്റേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. സൺട്രി ക്രെഡിറ്റേഴ്സ് 20,000 അല്ലേ, പക്ഷേ 3,000 രൂപ കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞില്ലേ, റീവാലുവേഷൻ നടത്തിയില്ലേ. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ലാബിലിറ്റീസ് വെർ വാല്യൂഡ് അറ്റ് 23,000. ഒരു ബില്ല് വാങ്ങിയ ബില്ല് ഒമിറ്റ് ചെയ്താണ്. വാങ്ങിയ ബില്ല് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള ബില്ല് നമ്മൾ ഒമിറ്റ് ചെയ്താണ്. സോ 23,000 നമ്മൾ കാണിക്കണം സൺട്രി ക്രെഡിറ്റേഴ്സ് എഴുതുമ്പോൾ.
ഞാൻ എഴുതാൻ പോവാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് 23,000. 20,000 പഴയ ബാലൻസ് ഷീറ്റ്, പക്ഷേ 23,000 കാണിക്കാനുണ്ട്. 3,000 നമ്മൾ വിട്ടുപോയതാണ്, നമ്മളിത് റെക്കോർഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ ഉള്ളത് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ട്രീറ്റ് ചെയ്തു, അപ്പോൾ അത് വേണ്ട. ഇനി നമ്മൾ ഇവിടെ നിന്ന് നോക്കുക, ഫിക്സ്ഡ് അസറ്റ് എടുക്കാം. പാറ്റൻറ്റ് 5,700, പക്ഷേ പാറ്റൻറ്റിൻ്റെ പുതിയ വാല്യൂ 12,000. അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ പാറ്റൻറ്റ് കാണിക്കുമ്പോൾ 12,000 എഴുതണം. പാറ്റൻറ്റ് 12,000. നെക്സ്റ്റ് ഐറ്റം ഈ ക്വസ്റ്റിലുള്ളത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 35,000 ആണ്, പക്ഷേ അതിൻ്റെ വാല്യൂ ഇപ്പോൾ 40,000 ആയിട്ടുണ്ട്. നമ്മളത് റീവാല്യൂ ചെയ്തല്ലോ. പ്ലാന്റ് ആൻഡ് മെഷീനറി കാണിക്കുമ്പോൾ 40,000 കാണിക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറി 40,000. നെക്സ്റ്റ് സ്റ്റോക്കിൻ്റെ വാല്യൂ 25,000 ആണ്, പക്ഷേ സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് 20,000 ആയിട്ട് മാറിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ ചെയ്താണ്. അപ്പോൾ സ്റ്റോക്ക് കാണിക്കുമ്പോൾ 20,000 കാണിച്ചാൽ മതി, വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് 20,000. ഇനി അടുത്ത ഐറ്റം ഡെപ്റ്റേഴ്സ് ആണ്. സൺഡ്രി ഡെപ്റ്റേഴ്സ് കാണിക്കുമ്പോൾ 20,000 ആണ്, പക്ഷേ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കാണിക്കുമ്പോൾ 700 അല്ല, 1000 കാണിക്കണം. 300 കൂടെ നമ്മൾ ചാർജ് ചെയ്തില്ലേ, 700 ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, 1000 ആണ് ശരിക്കും വരിക. അതിൽ 700 കാണിച്ചുകൊണ്ടാണ് 300 നമ്മൾ കാണിച്ച്. സോ ആ 700 + 300 ശരിക്കും 1000 കുറയ്ക്കണം. അപ്പോൾ നമ്മളത് എഴുതാൻ പോവാണ്. സൺഡ്രി ഡെപ്റ്റേഴ്സ് അതിൻ്റെ ബുക്ക് വാല്യൂ 20,000. ഇന്ന് പ്രൊവിഷൻ കുറയ്ക്കണം. റിയൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ 1000 ആണ് കുറയ്ക്കേണ്ടത്, കാരണം 700 ഓൾറെഡി കുറച്ചുണ്ട്. അപ്പോൾ നമ്മൾ 300 കാണിച്ചിട്ടുള്ളായിരുന്നു അവിടെ, അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് 1000 കുറയ്ക്കണം, മൊത്തം 19,000 ഉണ്ടാവും. ഇനി നമുക്ക് ഈ ക്വസ്റ്റിലുള്ള ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ് മാത്രമേ ഉള്ളൂ, അതും കൂടെ കഴിഞ്ഞാൽ ടാലി ആവണം. ക്യാഷ് ഇൻ ഹാൻഡ് 5,000 ആണ്, പക്ഷേ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ക്യാഷ് ഇൻ ഹാൻഡ് എഴുതുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ക്യാഷ് ഇൻ ഹാൻഡ് ഓൾറെഡി ഉള്ളത് 5,000. ഇനി 30,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു അല്ലേ, സി അല്ല നമ്മുടെ ബി. അതേപോലെ 11,000 രൂപയുള്ള ഗുഡ്വിൽ ഉണ്ടെന്നില്ലേ, ഇതെല്ലാം കൂടെ കൂട്ടുക. അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട ഒരു ബാലൻസ് ഉണ്ട്, ഏതാണെന്നറിയോ? 5,500. ഇതെന്താ സംഭവം? ഈ 11,000 രൂപേൻ്റെ പകുതി 5,500 ഗുഡ്വില്ലായിട്ട് പിൻവലിച്ചില്ലേ. 11,000 ഗുഡ്വിൽ കൊണ്ടുവന്നില്ല, 5,500 പിൻവലിച്ചുകൊണ്ടില്ല. അപ്പോൾ അതുകൂടെ കുറയ്ക്കണം. അപ്പോൾ 11,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5,500 കുറയ്ക്കണം, അതിൻ്റെ പകുതി കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 5,000 ഓൾറെഡി ഉള്ളത്, 30,000 ബി കൊണ്ടുവന്ന ക്യാപിറ്റൽ. സോ ബീൻ്റെ ഗുഡ്വില്ല് 11,000 കൂടെ ആഡ് ചെയ്യുക, പക്ഷേ അതിൽ 5,500 ക്യാഷ് ആയിട്ട് പാർട്ണേഴ്സ് പിൻവലിച്ചുകൊണ്ട് ബാക്കി 40,500 ഉണ്ടാവുള്ളൂ. 40,500 5,000 + 30,000 + 11,000 - 5,500 40,500. ഇത് ടാലി ആവാൻ നോക്കാം നമുക്ക്. ബാലൻസ് ഷീറ്റ് ടാലി ആണെങ്കിൽ ഓൾ സെറ്റ്. 1,08,500 + 23,000 1,31,500 ഇവിടെ വരും. 12,000 + 40,000 + 20,000 + 19,000 + 40,500 1,31,500 ടാലി ഇട്ടു. ഇതാണ് ഈ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.